ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ AKSTU ജനയുഗം സഹപാഠി അറിവുത്സവം ക്വിസിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഒരു ജനയുഗം ക്വിസ് എന്ന് പറയുന്നത് മറ്റുള്ള ക്വിസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചധികം ടഫ് ആയിട്ടുള്ള ക്വിസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ ഒരു ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് മുൻ വർഷങ്ങളിലെ ഈ ഒരു അറിവുത്സവം ക്വിസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ്. ആ ഒരു ചോദ്യത്തിന്റെ മാതൃകയിലാണ് ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് LP UP കുട്ടികൾക്കാണ്. അവരുടെ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ കാണാതിരിക്കരുത്. കാരണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലുള്ള വിദ്യാർത്ഥികൾക്കും ഇതേ മോഡലിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പക്ഷെ ചോദ്യങ്ങൾ കുറച്ചുകൂടി ടഫ് ആയിരിക്കുമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വീഡിയോ അവസാനം വരെ കണ്ട് ഉറപ്പുവരുത്തുക. ഏകദേശം 25ഓളം ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ചോദ്യവും ഉത്തരവും മാത്രം പറഞ്ഞു പോവുകയല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ 25 ചോദ്യങ്ങളിൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം അറിയാമെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മാതൃകാ ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് KG ശങ്കരപിള്ളയാണ്. ഇതുപോലെയുള്ള പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിർബന്ധമായും പഠിക്കുക. കറണ്ട് അഫയേഴ്സിൽ നിന്ന് മാക്സിമം പഠിക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം IT വിഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. CPU എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത്തരത്തിലുള്ള IT-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഒട്ടുമിക്ക ഹാർഡ്വെയറിന്റെയും ഫുൾ ഫോമുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ചോദ്യം നമ്പർ 3: ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു GK ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഗംഗാ ഡോൾഫിൻ. ചോദ്യം നമ്പർ 4 കേരളവുമായി ബന്ധപ്പെട്ട ഒരു GK ചോദ്യമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ഉത്തരം തെങ്ങ്. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. കോക്കനട്ട് ട്രീ ആണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം. GK ചോദ്യമാണ്, അറിഞ്ഞിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. ഓപ്ഷൻ A, ഷീ ഡോണ്ട് ലൈക്ക് മിൽക്ക്. ഓപ്ഷൻ B, ഷീ ഡസൻറ്റ് ലൈക്സ് മിൽക്ക്. ഓപ്ഷൻ C, ഷീ ഡസൻറ്റ് ലൈക്ക് മിൽക്ക്. ഓപ്ഷൻ D, ഷീ നോട്ട് ലൈക്സ് മിൽക്ക്. ഇതിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ C, ഷീ ഡസൻറ്റ് ലൈക്ക് മിൽക്ക് എന്നതാണ്. ഇത്തരത്തിലുള്ള ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള എററുകളുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നതാണ്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉറപ്പായും ചോദിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചോദ്യം നമ്പർ 6: 25 ഗുണിതം 8. 25 × 8 എത്രയാണ്? ഇത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ലെവൽ LP തലത്തിലാണ് കൂടുതലും ചോദിച്ചു കാണുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം പറയുക. വളരെ എളുപ്പമാണ്. 25 × 8 200 ആണ്. ഈ ഒരു ചോദ്യമല്ല ഞാൻ പഠിക്കാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ LP കുട്ടികൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. UP കുട്ടികൾക്കും അതുപോലെ തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കും അവരുടെ ലെവലിലുള്ള മാത്തമാറ്റിക്സ് ചോദ്യങ്ങളും ഈ ഒരു ക്വിസ് മത്സരത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മാത്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഈ ഒരു അറിവുത്സവം ക്വിസിൽ ഉൾപ്പെടുന്നതാണ്. ചോദ്യം നമ്പർ 7 ഇതാണ്: വന്ദേ മാതരം രചിച്ചത് ആരാണ്? നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. അത് രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചതോപാധ്യ അല്ലെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയും എന്ന ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. എട്ടാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്നാണ്? വേൾഡ് എൻവിറോൺമെന്റൽ ഡേ എന്നാണ്? ഉത്തരം ജൂൺ 5-ാം തീയതി. ഇത്തരത്തിലുള്ള എല്ലാ സ്പെഷ്യൽ ഡേയ്സും നിങ്ങൾ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വിസ് മത്സരത്തിൽ എടുത്തു ചോദിക്കുന്നതാണ്. ഇവിടെ സിമ്പിളായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വേൾഡ് എൻവിറോൺമെന്റൽ ഡേ ജൂൺ 5-ാം തീയതിയാണ്.
ചോദ്യം നമ്പർ 9. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ്? സൂര്യനോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം മെർക്കുറി അല്ലെങ്കിൽ ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്. ഏറ്റവും ഫാർത്തസ്റ്റ് ആയിട്ടുള്ള, അതായത് സൂര്യനോട് ഏറ്റവും അകന്ന് കിടക്കുന്ന പ്ലാനറ്റ് കൂടി അറിഞ്ഞിരിക്കുക നെപ്റ്റ്യൂൺ ആണ്. ആ ഒരു ഓർഡർ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് മെർക്കുറി, പിന്നെ വീനസ്, പിന്നെ എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ ഒരു ഓർഡർ തന്നെ നിങ്ങൾ പഠിക്കുക. ചോദ്യം നമ്പർ 10 മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നാവ് എന്ന വാക്കിന്റെ പര്യായ പദം ഏതാണ്? ജിഹ്വ, പാണി, നയനം, കർണം. ഇതിലേതാണ് ഉത്തരം? 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ജിഹ്വ. നാവിന്റെ പര്യായ പദം, നാവ് എന്ന പദത്തിന്റെ പര്യായ പദം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ജിഹ്വ എന്ന ഓപ്ഷനാണ്. ഇത്തരത്തിലുള്ള മലയാളത്തിൽ നിന്നുള്ള പര്യായ പദങ്ങളും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേമുകളും ചോദിക്കുന്നതാണ്. മലയാളം കൂടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് സബ് ജില്ലാ തലമാകുമ്പോഴേക്കും. ചോദ്യം നമ്പർ 11. ഭാരതത്തിന്റെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഭാരതത്തിന്റെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിംഗലി വെങ്കയ്യാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു GK ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം പിംഗലി വെങ്കയ്യ. ചോദ്യം നമ്പർ 12 ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യമാണ്. വിച്ച് ഈസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ചൈൽഡ്? ചൈൽഡ് എന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം ഏതാണ്? ചൈൽഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഉത്തരം ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻസ് എന്ന് പറയരുത്, അത് തെറ്റാണ്. ചിൽഡ്രൻ ആണ് ശരിയായ ഉത്തരം. ചോദ്യം നമ്പർ 13. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഉത്തരം കാഞ്ചൻജംഗയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കാഞ്ചൻജംഗയാണ്. മൗണ്ട് K2 അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ് ഒന്നുമല്ല ഉത്തരം. ശരിയായ ഉത്തരം കാഞ്ചൻജംഗയാണ്. ചോദ്യം നമ്പർ 14. താഴെ പറയുന്നവയിൽ നവീകരണ ഊർജ സ്രോതസ് ഏതാണ്? നവീകരണ ഊർജ്ജ സ്രോതസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിന്യൂവബിൾ എനർജിയാണ്. ഇതിന്റെ ശരിയായ ഉത്തരം സൗരോർജ്ജം അല്ലെങ്കിൽ സോളാർ എനർജിയാണ്. മറ്റുള്ള ഓപ്ഷൻസ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയാണ്. അതൊരിക്കലും നമ്മൾക്ക് വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സുകളാണ് അതൊക്കെ. പക്ഷെ സൗരോർജ്ജം എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള എനർജിയാണ്. ഉത്തരം സൗരോർജ്ജം. ചോദ്യം നമ്പർ 15. 50ന്റെ 20% എത്രയാണ്? ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങൾ ഉറപ്പായും ചോദിക്കുന്നതാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം, അതുപോലെ തന്നെ ഇക്വേഷനിലേക്കും. ചോദ്യത്തിന്റെ ഉത്തരം 10 ആണ്. പക്ഷേ ഈ ഒരു ചോദ്യം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയല്ല വേണ്ടത്. അതിന്റെ താഴെ എങ്ങനെയാണ് കണ്ടെത്തുക എന്നതിന്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ആ ഫോർമുല പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത്തരത്തിലുള്ള ഏതൊരു ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏത് നമ്പറിന്റെയാണോ ശതമാനം കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. എത്ര ശതമാനമാണോ കണ്ടുപിടിക്കേണ്ടത് അത് ഇൻറ്റു 20 ചെയ്യുക. ഇവിടെ 20% കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ടാണ് 50/100 × 20 എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന ഉത്തരമായിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യം നമ്പർ 16. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഉത്തരം കരിമീനാണ്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ബേർഡ്, ട്രീ, അതുപോലെ തന്നെ ആനിമൽ, സിമ്പൽ, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നുകൂടി പൊടി തട്ടിയെടുക്കുക. ഇത്തരത്തിലുള്ള ക്വിസിൽ GK സെക്ഷനിൽ എപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദ്യം നമ്പർ 17. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ ഏകദേശം എത്ര സമയമാണ് എടുക്കുന്നത്? ശരിയായ ഉത്തരം 52 സെക്കൻഡ്. 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 52 സെക്കൻഡ്. കൃത്യം 52 സെക്കൻഡ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം. 18ാമത്തെ ചോദ്യം. Ctrl+Z എന്ന ഷോർട്ട് കീ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ ഒരു ഷോർട്ട് കട്ട് കീ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം അണ്ടോ ആവുകയാണ് ചെയ്യുക. Ctrl+Z ഞെക്കുകയാണെങ്കിൽ അണ്ടോ ആണ് സംഭവിക്കുന്നത്. ഇതോടൊപ്പം പ്രധാനപ്പെട്ട Ctrl+C കോപ്പി ചെയ്യാനാണ്, Ctrl+V പേസ്റ്റ് ചെയ്യാനാണ്. ഇത്തരത്തിലുള്ള കുറച്ച് ഷോർട്ട് കട്ട് കീസ് കൂടി നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്.
വീഡിയോയിലെ 19ാമത്തെ ചോദ്യം, കൈ എന്ന വാക്കിന്റെ പര്യായ പദം ഏതാണ്? ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. എ പാണി, ബി അക്ഷി, സി കർണം, ഡി നാസിക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പാണിയാണ്. കൈ എന്ന വാക്കിന്റെ പര്യായ പദം പാണി എന്ന വാക്കാണ്. ചോദ്യം നമ്പർ 20, താഴെ പറയുന്നവയിൽ സസ്തനിയായ ജീവി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാമൽ ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എ തവളയാണ്, ബി മുതലയാണ്, സി തിമിംഗലമാണ്, ഓപ്ഷൻ ഡി ആമയാണ്. ഇതിൽ ഒരേ ഒരു സസ്തനി മാത്രമാണുള്ളത്, ഒരേ ഒരു മാമൽ ആണുള്ളത്. ഉത്തരം ഓപ്ഷൻ സി തിമിംഗലം. 21ാമത്തെ ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? സോഷ്യൽ സയൻസിലെ ജോഗ്രഫി എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നുള്ള ചോദ്യമാണിത്. ഉത്തരം പസഫിക് മഹാസമുദ്രം. ഭൂമിയിൽ 5 സമുദ്രങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും വലുത് ഏതാണ്? അതിൽ ഏറ്റവും വലുത് നമ്മുടെ പസഫിക് സമുദ്രമാണ്. അതുപോലെ തന്നെ 7 കോണ്ടിനെന്റുകൾ, അതായത് 7 വൻകരകളാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഏഷ്യ. ഇത്തരത്തിലുള്ള കോണ്ടിനെന്റും ഓഷനുമായി ബന്ധപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് പോവുക. 22ാമത്തെ ചോദ്യം ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യമാണ്. ദ ഓപ്പോസിറ്റ് ഓഫ് ആൻഷ്യന്റ്. ആൻഷ്യന്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ഓൾഡ്, ഓപ്ഷൻ ബി മോഡേൺ, ഓപ്ഷൻ സി ഹിസ്റ്റോറിക്, ഓപ്ഷൻ ഡി ട്രഡീഷണൽ. ഉത്തരം ഓപ്ഷൻ ബി മോഡേൺ. ഇതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ബാക്കി ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ ഓൾഡ്, ഓപ്ഷൻ സി ഹിസ്റ്റോറിക്, ഓപ്ഷൻ ഡി ട്രഡീഷണൽ. ഈ 3 വാക്കുകളും ആൻഷ്യന്റ് എന്ന് പറയുന്ന വാക്കിനോട് സാമ്യതയുള്ള വാക്കുകളാണ്, ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് ഓപ്ഷൻ ബി മോഡേൺ ആണ്, വിച്ച് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ആൻഷ്യന്റ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം അല്ലെങ്കിൽ ആദ്യത്തെ സാറ്റലൈറ്റ് ആര്യഭട്ടയാണ്. ചാന്ദ്ര ദിനവുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം നമ്മൾ പറഞ്ഞതാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഉത്തരം ആര്യഭട്ട. ചോദ്യം നമ്പർ 24 വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ജനഗണമന രചിച്ചത് ആരാണ്? പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഈ ഒരു ദേശീയ ഗാനം പാടി തീർക്കാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ തൊട്ടു മുമ്പ് 52 സെക്കൻഡ് എന്ന് പറഞ്ഞത്. ചോദ്യം നമ്പർ 25, ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം എന്ന്? വേൾഡ് വാട്ടർ ഡേ മാർച്ച് 22 ആണ്. ഇതുപോലെയുള്ള സ്പെഷ്യൽ ഡേയ്സ് നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് ജൂൺ 5 ആണ്. അന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ലോക ജലദിനം അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ എപ്പോഴാണെന്ന് അറിഞ്ഞിരിക്കുക, മാർച്ച് 22. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നിങ്ങൾ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ ബാക്കി മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് കണ്ടു തീർക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ PDF ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് PDF ലഭിക്കുന്നതായിരിക്കും. ആ ഒരു PDF ഉപയോഗിച്ചുകൊണ്ട് ചാന്ദ്ര ദിനവും അതുപോലെ തന്നെ പരിസ്ഥിതി ദിനം, വായനാ ദിനവുമായി ബന്ധപ്പെട്ട PDFകൾ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. കാരണം അത്തരത്തിലുള്ള PDFകൾ നിങ്ങൾക്ക് ഈ ഒരു അറിവുത്സവം ക്വിസിനും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ അവസാനത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ്? ഉത്തരം ശാസ്താംകോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പുഴ ഏതാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഉത്തരം പെരിയാർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ പുഴ പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെയുള്ള ഒരു ബോണസ് ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ചോദ്യം ഇതാണ്, കടങ്കഥയുടെ ഉത്തരം പറയുക. കടങ്കഥ ഇതാണ്: തലയുണ്ട്, കാലില്ല, വായുണ്ട്, സംസാരിക്കില്ല. ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ പാമ്പ്, ഓപ്ഷൻ ബി കുപ്പി, ഓപ്ഷൻ സി കുട, ഓപ്ഷൻ ഡി പുസ്തകം. ഇതിൽ ഏതാണ് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിന്റെ വിന്നറിനെ നമ്മൾ അടുത്ത അറിവുത്സവം ക്വിസിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കടങ്കഥകൾ നിങ്ങളുടെ LP UP ലെവലിൽ ഉറപ്പായും ചോദിക്കുന്നതാണ്. അപ്പോൾ പറ്റുന്നത്ര കടങ്കഥ കൂടി നോക്കി പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അറിവുത്സവത്തിന്റെ സബ് ജില്ലാ തലം ആവുമ്പോഴേക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
ഉറപ്പായും നിങ്ങളെ നല്ലൊരു സ്കോറിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. LP UP കുട്ടികൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായി പ്രാക്ടീസ് ചെയ്യുക. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും ഇത്തരത്തിൽ അവരുടെ മോഡൽ ഇതേ സെയിം പാറ്റേൺ തന്നെയാണ്. മലയാളം, ഇംഗ്ലീഷ്, GK അതുപോലെ തന്നെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആ ഒരു ഹയർ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കാണുന്നത്. അപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.